ഡിജിറ്റൽ സർവകലാശാലയുടെ VC നിയമനത്തിൽ നിന്നും സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗവർണർ. ഗവർണർക്ക് അതിൻ്റെ അവകാശമുണ്ടല്ലോ, സമീപിക്കട്ടെ. അപ്പോൾ സുപ്രീം കോടതി തീരുമാനിക്കുമല്ലോ. കോടതി ഒരു രമ്യമായ പരിഹാരത്തിന് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ അത് അംഗീകരിക്കാതെയാണ് അദ്ദേഹം വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഗവർണർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബോധപൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അതെല്ലാമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് പോയി. കോടതി കൃത്യമായൊരു നിലപാട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ ഒന്നായിട്ട് വന്നു. അപ്പോഴാണ് അതിൻ്റെ അപ്പീലും കാര്യങ്ങളായിട്ട് പോകുന്നത്. അത് സ്വാഭാവികമുള്ള കാര്യമാണ്. കോടതി തന്നെ തീരുമാനിക്കട്ടെ നമുക്കാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഭൂരിപക്ഷ പ്രകടനമാണ് അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതാണ് മറ്റൊരു ആരോപണം. അത് ഈ വർഗീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നലെ ഞങ്ങൾ എടുത്തില്ല, ഇന്നും എടുക്കുന്നില്ല, നാളെ എടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിശ്വാസികളുടെ സമീപനം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും വിശ്വാസികളാണ്. വിശ്വാസികളെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത്. വർഗീയവാദികൾക്കെന്തില്ല, വിശ്വാസമില്ല. അതാ കാര്യം. ആ തിയറിയാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് പോകണം വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ. ആ നിലപാടാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി മനസ്സിലാക്കി പറയണം. വെറുതെ എന്തെങ്കിലും വർത്താനം തോന്നിയിട്ട് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത് പിന്നെ പറയണ്ട. മനസ്സിലായില്ലേ? വിശ്വാസികൾക്കൊപ്പം വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് വർഗീയവാദികളെ ശക്തിയായി രീതിയിൽ പ്രതിരോധിക്കേണ്ടത്. തെറ്റായില്ലേ?